പടം. അടിപൊളി 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 സൂപ്പർ പടം, ഒരു രക്ഷയില്ല. കൊള്ളാം കൊള്ളാം നന്നായിട്ട് കൊള്ളാം, നല്ല പടം. പടം സൂപ്പർ അടിപൊളി സൂപ്പർ പടം. നല്ല പടമാണ്. ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് ഒരുപാട്. അടിപൊളിയാണ്. അടിപൊളി. ആ നന്നായിട്ടുണ്ട്. അടിപൊളി കൊള്ളാം. നല്ല പടം. നൈസ് അടിപൊളി അടിപൊളി. നല്ല സിനിമ, നല്ല നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. നല്ല സിനിമ. നല്ല അടിപൊളി. നിങ്ങൾ പറ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? കുറെ നാളായില്ലേ? ഹാപ്പി. നീ നാളെ അവിടെ വരുന്നുണ്ട്. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. പടം മാസ്, അടിപൊളി. സൂപ്പർ. ഇല്ല, ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ പടത്തിൽ ചെറിയൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റി. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും, കാണാം. ആ അതില് നിങ്ങൾ പടം കാണൂ. പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അടിപൊളി പടമാണ്. രക്ഷയില്ല പടം. സെക്കൻഡ് ഹാഫിന് ശേഷം പിന്നെ പടം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പടം പോണേ. പടം സൂപ്പർ നൈസ്. ഫസ്റ്റ് വാച്ച് എല്ലാവരും പോയി വാച്ച് ചെയ്യും. എങ്ങനെ മാർക്കോ ലൈക്ക് ഡിഫറെന്റ് ജേണർ. അത് വേറെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഡിഫറെന്റ്. ഒരിക്കലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. ആ അതൊക്കെ എവിടെയും പറ്റും. നമുക്ക് അവർ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ജെയിംസ് ബോണ്ടും അതെ അതെ ത്രില്ലുമാണ്. ഫൈറ്റിനേക്കാളും കൂടുതൽ ഭയങ്കര ത്രില്ലിംഗ് ആണ്. നമുക്ക് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് ശ്രദ്ധ പോകത്തില്ല. പടത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധ നിൽക്കും. ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ടോവിനോ സൂപ്പർ ആയിരുന്നു. ഫൈറ്റ് സീൻസ് എല്ലാം നല്ലായിരുന്നു. മേക്കിംഗ് വൈസും അടിപൊളിയായിരുന്നു. യെസ് യെസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലർ ആയിരുന്നു. ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ ലാഗ് തോന്നിയിട്ടില്ല. എഡ്ജ് ഓഫ് ദി സീറ്റ് തന്നെ ആയിരുന്നു. എനിക്ക് വിനീനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒബിയസ്ലി അത്യാവശ്യം മാം നന്നായിട്ട് ചെയ്തു. പിന്നെ ഇവനെ ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട് തന്നെ ചെയ്തു. അവരുടെ പാട്ടെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് ആരെയും എടുത്തു പറഞ്ഞത് ശരിയല്ല. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവൻ വൃത്തി പോലും നല്ല അടിപൊളിയായിട്ട് തന്നെ കുട്ടി പോലും ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പോർഷൻ അടിപൊളിയാക്കി. ആൻഡ് എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടത് ടോവി ആൻഡ് വിനി ആയിട്ടുള്ള സീൻസ് തന്നെയാണ്. ലാസ്റ്റത്തെ ഫൈറ്റ്, ലാൻഡിലെ ഫൈറ്റും എയറിലെ ഫൈറ്റും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം അല്ല താന്നു പോയല്ലേ പറയുന്നത്. അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന്റെ ഡീറ്റെയിൽസ് ആയിപ്പോ ഒരു ഡിഫറെന്റ് സ്റ്റോറി. അതെ അതെ മസ്റ്റ് വാച്ച്. കുറച്ച് വെറൈറ്റി ആണ്. ഇതുവരെ നമ്മൾ ടോവിനെ കാണാത്ത വേറെ ലെവലുള്ള ഫൈറ്റ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. എന്നാലും അടിപൊളിയായിരുന്നു. അതെ അതെ ഗംഭീരം. നല്ല ഫൈറ്റ്, നല്ല ഫൈറ്റ്. ഞാൻ കൂടുതൽ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല സിനിമ എടുത്താൽ മതി. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടു ചോദിക്കുകയും പറയാനില്ല. ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കിടില്ല. ഹോളിവുഡ് അഫക്റ്റ് ടോവിനോ സൂപ്പറാ. സെക്കൻഡ് ഹാഫ് ഒക്കെ നൈസാ. അത്രയല്ല, എന്നാലും കുഴപ്പമില്ല. സെറ്റാ. മലയാളത്തിൽ ഇങ്ങനത്തെ പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു മേക്കിംഗ് അടിപൊളി ആയതുകൊണ്ട് ഇറ്റ് വാസ് ഗുഡ്. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. അതെ അതെ അതെ. തൃശ്ശ നന്നായി അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ഒരു ചെറിയ ലിപ് സിംഗിങ്ങിന്റെ എന്തോ ഒരു പ്രശ്നം തോന്നി. പക്ഷെ നന്നായിരുന്നു.
നന്നായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ആ നല്ല 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 നമ്മൾ അങ്ങനത്തെ നല്ല ആക്ഷൻ ഫാസ്റ്റ് പേസ് ഫൈറ്റ് ആയിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അതെ. പടത്തിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ കണ്ടുകൊണ്ടിരിക്കാനുണ്ട്. ന്യൂ ഇയറിന് ഹിറ്റ് ആവുന്ന ഒരു അടിപൊളി പടം തന്നെയാണ്. തീർച്ചയായിട്ടും ഫ്ലൈറ്റിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഹെവി ആയിട്ട് തന്നെയാ തോന്നിയത്. ആ ഒരു മേക്കിങ്ങും ഡയറക്ഷനും എല്ലാം. അല്ല, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ എൻഗേജിങ് ആണ്. ഫുൾ എൻഗേജിങ് ആണ്. അത് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ത്രൂ ഔട്ട് തന്നെ സൂപ്പറാണ്. അതിനെടുത്തേക്കുന്ന എഫേർട്ട് അതിന്റെ 101% അതിൽ വന്നിട്ടുണ്ട്. എല്ലാം അതെ. നമ്മുടെ കൂടെ എല്ലാം ആള് നല്ല രീതിയിൽ ആ ഒരു ആദ്യത്തെ പടാണെന്ന് അറിയിക്കാതെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.